സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് ഒരു പരുവായി വരുന്നുണ്ട്. സവാള ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി എരിഞ്ഞ് ഒരു പച്ചമുളകും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റും. ഒരുവിധം ചുമന്ന് നമ്മുടെ പച്ചമുളകും എല്ലാം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം ഗരം മസാലയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തത് നമ്മൾ അതിലേക്ക് ഇടുക. അതിന്റെയും പച്ചമണം മാറുന്നിടം വരെ നമ്മളൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇടുക. ഒരുപാട് വെള്ളം പോലെ വെന്തു പോകരുത്, ഒരുപാട് വെള്ളം പോലെ അങ്ങ് ആയി പോകരുത്. നമുക്ക് ഫില്ല് ചെയ്യുന്ന പരുവത്തിൽ തന്നെ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മല്ലിയില അരിഞ്ഞിടുക, പുതിന അരിഞ്ഞതുകൊണ്ട് അത് ഇടുക. അതും ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ മിക്സിക്കകത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഒരുപാട് പൊടിക്കാൻ പാടില്ല. ഏകദേശം ഇതേപോലെ ചതച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇരിക്കണം, എന്നാലേ നമുക്ക് തോന്നും. അതുപോലെ പൊടിച്ച് എന്നിട്ട് നന്നായിട്ട് ആ മസാല എല്ലാം പിടിക്കത്തക്ക രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ബ്രെഡ് സാൻഡ്വിച്ച് ഫില്ലിങ് ആയിട്ടുണ്ട്. നമ്മളിനി അത് ബ്രെഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനുള്ള ടൊമാറ്റോ സോസ് ഉണ്ടാക്കുകയാണ്. നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമ്മൾ കുക്കറിലേക്ക് വേവിക്കാൻ വെക്കുകയാണ്. ഒരു 4 ഗ്രാമ്പൂവും ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതിനകത്തുനിന്ന് തക്കാളി നന്നായിട്ട് വെന്തിരിക്കുന്നതിനകത്ത് ഗ്രാമ്പൂ നമ്മളിങ്ങനെ മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മളത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ടൊമാറ്റോ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണേ. പാനടുപ്പത്ത് തക്കാളി ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് അടുപ്പിലേക്ക് വെച്ചു. പാലൊന്ന് നന്നായിട്ട് തിളച്ചു വരണം. തിള വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 2 സ്പൂൺ മുളക് പൊടി, എരിയില്ലാത്ത 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി അതിലേക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഒരു 2-3 സ്പൂൺ, ചെറിയ സ്പൂണിന്റെ 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കാവുമ്പോൾ മധുരവും കൂടെ ഒക്കെ ആകുമ്പോൾ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു 3 സ്പൂൺ വിനീഗർ ഒഴിക്കുന്നുണ്ട്. ഞാൻ 3 ടേബിൾ സ്പൂൺ ആണ്. 3 സ്പൂൺ വീട്ടിൽ തന്നെ തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അത് ഒരു ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്, ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഒരുപാട് വിനീഗർ ഒന്നും ചേർക്കുന്നില്ല ഇതിനകത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ, ചെറിയ സ്പൂണാണ്, ടേബിളിലെ സ്പൂണാണ്, അത് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. സോസ് ആയി കഴിഞ്ഞു. നമ്മുടെ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഫില്ല് ചെയ്യാൻ പോവാണ്. അതിന് നമുക്ക് ടൊമാറ്റോ സോസ് വേണം, അല്പം മയോണൈസ് വേണം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ മയോണൈസ്. ഒരു ബ്രെഡ് എടുക്കുക, അതിലേക്ക് നമ്മൾ അല്പം ടൊമാറ്റോ സോസ്, ഫില്ല് ചെയ്യാനുള്ള അത് നമ്മൾ നിറച്ചു. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ എത്ര വെക്കണോ അത് സൗകര്യം പോലെ എല്ലാരും വെച്ച് അതിങ്ങനെ അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ശകലം അതിലേക്ക് വെക്കുക. അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ ഒരല്പം മയോണൈസ് അതിലേക്ക് വെക്കുക. ഒരുപാട് വേണ്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത ബ്രെഡ് എടുത്ത് ഇതിലേക്ക് ഒരു ഫില്ലൂടെ കൊടുക്കണം. ഒരു ഫില്ലൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബ്രെഡ് എടുത്ത് നമ്മൾ ഇതിലേക്ക് വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. ഒന്നമർത്തിയാൽ മതി. ഒന്നമർത്തി ബ്രെഡ് അതുപോലെ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. 2 ബ്രെഡ് അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് മേക്കർ എടുത്തു, അതിനകത്ത് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എടുത്ത് അതിലേക്ക് വെക്കണം. അതിലേക്ക് വെച്ച് നാം മടക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെക്കുക. ഗ്യാസിൽ വെച്ച് ഒരുപാട് ചൂടാകാതെ തിരിച്ചും മറിച്ചും പിടിക്കുക. ചെറിയ തീയിൽ തിരിച്ചും മറിച്ച്
നമ്മുടെ സാൻഡ്വിച്ച് ടൊമാറ്റോ സോസ് റെഡി ആയിരിക്കുകയാണ്.